പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ഒരു ഗുരു, ഈ ഗുരുവിനോട് ചേർന്നുകൊണ്ട് തങ്ങളുടെ വഞ്ചികൾ ഉപേക്ഷിച്ച്, ചുങ്കസ്ഥലങ്ങൾ ഉപേക്ഷിച്ച്, ജീവിതത്തിന്റെ കംഫർട്ട് സോണുകളൊക്കെ ഉപേക്ഷിച്ച് കടന്നു ചെല്ലുന്ന ശിഷ്യ സമൂഹം, 3 വർഷം തങ്ങളോടുകൂടെ ജീവിക്കുന്ന ഈ ഗുരുവിനോടുകൂടി ജീവിക്കുന്ന ശിഷ്യ സമൂഹം ഗുരു ഒടുവിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന് ഏൽപ്പിക്കും, നിങ്ങൾക്ക് നൽകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ വചനം നൽകുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അനാഥരാക്കി വിടുന്നില്ല, അവർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ മിശിഹായുടെ ശിഷ്യത്വത്തിലേക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മളൊക്കെ ഈ മിശിഹ നൽകുന്ന സഹായകനായ പരിശുദ്ധാരൂപിയുടെ നിറവിനാൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുമാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലുള്ള ഒരു ജീവിതം ഉടനീളം നയിക്കുവാൻ, നമ്മൾ സ്വന്തം ഉത്തരങ്ങൾ കണ്ടെത്താതെ, സ്വന്തം നമ്മുടേതായ ആശയങ്ങൾ നടപ്പിലാക്കാതെ പരിശുദ്ധാരൂപിയെ നിറയപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക